ഒരു മിനിറ്റ് കറണ്ട് പോയാൽ പോലും അസ്വസ്ഥരാകുന്നവരാണ് നമ്മൾ. വൈദ്യുതി വിതരണം നിലച്ചാൽ അത് പുനഃസ്ഥാപിക്കാൻ മഴക്കാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നവരാണ് KSEB ജീവനക്കാരെന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പോലും പലപ്പോഴും മറക്കുന്നു. കൊല്ലത്ത് ശക്തമായ മഴയെ തുടർന്ന് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്നതിനായി അറ്റകുറ്റപ്പണിക്കെത്തിയ KSEB ജീവനക്കാരനെ മർദ്ദിച്ചതായി പരാതി. KSEBയുടെ പരാതിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെതിരെ പോലീസ് കേസെടുത്തു. അയത്തിൽ പുത്തൻചന്ത ഭാഗത്തേക്ക് KSEB സംഘം എത്തിയപ്പോഴാണ് സംഭവം. അയത്തിൽ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻ F രാജേഷിനെ ആക്രമിച്ചതായാണ് പരാതി. റോഡിനു കുറുകെ ബൈക്ക് നിർത്തി KSEB വാഹനം തടഞ്ഞ ശേഷം വാഹനത്തിൽ അടിക്കുകയും തുടർന്ന് ഡോറിലൂടെ കൈയിട്ട് രാജേഷിന്റെ മുഖത്ത് മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. അക്രമത്തിൽ പരിക്കേറ്റ രാജേഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഞങ്ങൾ മാരുതി വയലിനായിരുന്നു അങ്ങോട്ട് പോയത്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ടുപേര് ബൈക്കിൽ വന്നു ഞങ്ങൾ അസഭ്യം പറയുകയും ട്രാൻസ്ഫർ ഫീസ് അങ്ങോട്ട് മാത്രം ചാർജ് ചെയ്ത് ഇങ്ങോട്ട് ചാർജ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ച് ചീത്ത വിളിക്കുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞ ട്രാൻസ്ഫർ ഫീസ് അല്ല പോയിരിക്കുന്നത്, 11K ലൈൻ മരം വീണിട്ട് ഫാൾട്ടായിരിക്കുകയാണ്, അത് നോക്കാനായിട്ട് പോവുകയാണ്, ഉടനെ സെപ്പറേറ്റ് ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞിട്ട് കേൾക്കാതെ വണ്ടി ഞങ്ങളുടെ വാനിൻ്റെ മുമ്പിൽ ബൈക്ക് ഓടിച്ചു കൊണ്ടുവന്ന് ക്ലോസ് ചെയ്ത് നിർത്തുകയും സൈഡ് ഡോർ എന്നെ ഉപദ്രവിക്കുകയായിരുന്നു. ബാക്ക് സീറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. എന്നെ ഒന്ന് അടിക്കുകയായിരുന്നു. അടിച്ചിട്ട് കാര്യങ്ങളൊന്നും തിരക്കുന്നില്ല, വീണ്ടും ആവർത്തിച്ച് അടിക്കാൻ ശ്രമിച്ചു. ഞാൻ വണ്ടിക്ക് പുറത്തിറങ്ങി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിളികൊല്ലൂർ ഷഫീഖാണ് ആക്രമണം നടത്തിയതെന്നാണ് ആരോപണം. സംഭവത്തെ തുടർന്ന് അയത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ കിളികൊല്ലൂർ പോലീസിൽ പരാതി നൽകി. പ്രദേശത്ത് കറണ്ട് പോയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദന കാരണമെന്ന് രാജേഷിന്റെ പരാതിയിൽ പറയുന്നു. ഷഫീഖിനും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.